വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി AJ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. AJ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി വർഷത്തിൽ 12 മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരായ കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്നും വികസന വിരോധികൾക്ക് കീഴടങ്ങില്ല എന്നും ഡിവൈഎഫ്ഐ. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും സംസ്ഥാന കായിക വികസന ഫണ്ടും ഉൾപ്പെടെയുള്ള 1 കോടി രൂപ ഉപയോഗിച്ച് നടത്തുന്ന ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ കാലയളവിൽ ഈ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോഴത്തെ MLAയും നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തടഞ്ഞുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഇത് ബോധപൂർവം കെട്ടിച്ചമച്ച പച്ചക്കള്ളമാണെന്ന് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് പറഞ്ഞു. ചില ആളുകൾ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് പണ്ട് മുൻ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണൻ അദ്ദേഹം ഇവിടെ ഫണ്ട് അനുവദിച്ചതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം ഫണ്ട് അനുവദിക്കുകയും ആ പ്രവർത്തനം വികസന പ്രവർത്തനം നടക്കാതെ പോവുകയുണ്ടായി. അതിന് കാരണം ഇപ്പോഴത്തെ MLAയും ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള ശ്രീ PN സുരേന്ദ്രനും CPIMഉം DYFIയും എല്ലാമാണ് അന്ന് അത് തടഞ്ഞത് എന്നുള്ള ഒരു വ്യാജ പ്രചരണം, ഒരു ഇല്ലാക്കഥ പ്രചരിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വികസന പ്രവർത്തനം, പൊതുവായിട്ടുള്ളൊരു വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നുള്ള സമീപനം ഒരു കാലത്തും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. DYFIയും സ്വീകരിച്ചിട്ടില്ല, ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്രവാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രചരണമോ ലഭ്യമാക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ പ്രചരണം നടത്തുന്നവർ തയ്യാറാകണം. സർക്കാരിൻ്റെ ഒരു പദ്ധതി മന്ത്രി നേരിട്ട് ഫണ്ട് വെച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ആളുകൾ അത് തടഞ്ഞതുകൊണ്ട് അത് നടപ്പിലാവാതെ പോയി എന്ന് പ്രചരിപ്പിക്കുന്നതിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള വ്യാജ പ്രചരണത്തെ തിരിച്ചറിയണമെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നീട് 2015 വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയില്ല, അത് തടഞ്ഞു എന്നുള്ളൊരു വാദമാണ്, ഒരു പ്രചരണമാണ് നടത്തുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നഗരസഭയെ നിർവഹണ ഏജൻസിയായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ ഈ പ്രചരണം നടത്തുന്നവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അത്തരം പ്രചരണങ്ങളിലൊന്നും കഴമ്പില്ല എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് UDF കൊണ്ടുവന്നപ്പോൾ LDFകാർ തടഞ്ഞുവെന്ന് വ്യാജ പ്രചരണം നടത്തി. ഇന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങളും തടയും എന്നുള്ള ഒരു തെറ്റായ നെഗറ്റീവ് രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിനെതിരെ പൊതുജനങ്ങളും കായിക പ്രേമികളും അണിനിരക്കണം എന്നാണ് പറയാനുള്ളത്. കോൺഗ്രസ് ഭരണസമിതി വടക്കാഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുന്ന കാലത്ത് ഗ്രൗണ്ടിന്റെ സ്ഥലത്ത് വഴി വേർതിരിച്ചിടുന്നതിന് വേണ്ടി മാത്രം ഗ്രൗണ്ടിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ഒരു കെട്ടിടം ഗൂഢലക്ഷ്യത്തോടെ നിർമ്മിച്ചപ്പോൾ പോലും ഇടതുപക്ഷ പ്രവർത്തകർ അത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടില്ല. ആ നിർമ്മാണമായിരുന്നു ആദ്യം ഒഴിവാക്കേണ്ടിയിരുന്നത്. ഗ്രൗണ്ടിന്റെ സ്ഥലം പൂർണ്ണമായി ഗ്രൗണ്ടിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ 1990 സ്കൂൾ PTA ആണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. അത് പൂർത്തിയാകുന്നതുവരെ ഗ്രൗണ്ട് നവീകരണം പാടില്ല എന്ന സമീപനം ശരിയല്ലെന്നും ഗ്രൗണ്ടിന്റെ സ്ഥലം പൂർണ്ണമായി ഗ്രൗണ്ടിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നതാണ് DYFI നിലപാടെന്നും DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൗൺസിലറുമായ AD അജി പറഞ്ഞു. ഇപ്പോൾ വടക്കാഞ്ചേരിയുടെ ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മാസവും കായികമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ഈ വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തെ, കായിക പ്രേമികളെ, കായിക താരങ്ങളൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന നയസമീപനമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായി DYFI അവരുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അതിൻ്റെ വസ്തുതകൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇതിൻ്റെ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട് DYFI പറയാനുള്ളത് 1 ഇഞ്ച് ഭൂമി പോലും ഗ്രൗണ്ടിൻ്റെ നഷ്ടപ്പെടാത്ത വിധം നിലവിലെ 90കളിൽ തുടങ്ങി വെച്ചിട്ടുള്ള ആ നടപടിക്രമങ്ങൾ
പൂർത്തിയാകുന്നത് വരെ കാത്തു നിൽക്കുക എന്നുള്ളതല്ല. അപ്പോൾ നിലവിലെ ഭാവി പ്രവർത്തനങ്ങളൂടെയും മുന്നിൽ കണ്ടുകൊണ്ട് അതിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനം, അതിനാവശ്യമായിട്ടുള്ള നവീകരണ പ്രവർത്തനം ആണ് നമ്മുടെ ഇവിടെ ഗ്രൗണ്ടിനകത്ത് നടക്കാൻ പോകുന്നത്. കയ്യേറ്റം പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. പക്ഷേ കയ്യേറ്റം പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതുവരെ ഒരു വികസന പ്രവർത്തനം നടക്കരുത് എന്നുള്ള നിലപാടല്ല ഡിവൈഎഫ്ഐയുടെ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സന്ദർശിച്ച ശേഷമാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. നേതാക്കളായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം മഹേഷ്, ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി MR ആനന്ദു, മേഖലാ പ്രസിഡന്റുമാരായ സുഷി ജിംസൺ, അഹമ്മദ് സിജിത്ത്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ AR അജയ് രാജ്, PS സുബിലാബായ് തുടങ്ങിയവർ പങ്കെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.